ഞങ്ങളാണ് ആക്ച്വലി നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ അവിടെ കളക്ടറുടെ, അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ കളക്ഷൻ സെൻ്ററുകൾ നമ്മൾ തുടങ്ങുമല്ലോ. ഈ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ വലിയ വലിയ വെയർ ഹൗസുകൾ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് കണക്ട് ചെയ്തു, CMൻ്റെ ഓഫീസായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ നിങ്ങൾ എന്ത് സർവീസ് ആണെങ്കിലും അവിടെ വേണമെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി കളക്ടറെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഒരു കോൾ തിരിച്ചു വന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഒരു തഹസിൽദാരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് ദിവസം പുള്ളി വീട്ടിലേക്ക് അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ വീട്ടിലേക്ക് 2 കൈ വീശി പോകുന്നു കണ്ടില്ല. അപ്പോൾ ഞാനെന്താണ് അതിൽ അത്ഭുതം എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചപ്പോൾ, ഞാനിത് 7:30 വീട്ടിൽ പോകാണ് 2 കൈ വീശി. പണ്ട് ഞാൻ രാവിലെ 3:30 4 മണിക്കും ഒരു കെട്ട് പേപ്പറായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയുള്ളത്. സോ അതാണ്, അത്രയും പേപ്പർ വർക്കുകളും ഒരു മനുഷ്യൻ്റെ സമയവും നമുക്ക് ലാഭിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ERP ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2010 ഒരു സർവീസ് സ്റ്റാർട്ടപ്പായി തുടങ്ങിയ സ്ഥാപനം ഫെയർകോഡ് ഇന്ന് 15 വർഷം പിന്നിടുമ്പോൾ ആധുനിക ലോകത്തെ സാങ്കേതിക മാറ്റങ്ങളൊക്കെ ഒപ്പം കണ്ടുകൊണ്ട് അതോടൊപ്പം വളർന്ന ഒരു സ്ഥാപനം. ഫെയർകോഡിൻ്റെ ഫൗണ്ടറും ചീഫ് ടെക്നോളജി ഓഫീസറുമായ രജിത് രാമചന്ദ്രൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, നമസ്കാരം. നമസ്കാരം. ഈ ERP നടപ്പിലാക്കിയതിന് ശേഷം ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് ERP അവർക്ക് അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും റിയൽ ലൈഫിൽ അല്ലെങ്കിൽ സാറിന് ഉണ്ടായ അനുഭവം പറയാമോ? ഞാനൊരു കമ്പനി അല്ലാതെ ഞങ്ങളാണ് ആക്ച്വലി നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ അവിടെ കളക്ടറുടെ, അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ കളക്ഷൻ സെൻ്ററുകൾ നമ്മൾ തുടങ്ങുമല്ലോ. ആ കളക്ഷൻ സെൻ്ററിനകത്ത് ഞങ്ങളൊരു വളണ്ടറി ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ അവിടെ ERP ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഞങ്ങളാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ 2018-ലും 2019-ലൊക്കെ പ്രളയവും ഒക്കെ ഉണ്ടായ സമയത്ത്, വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മളിവിടെ കൊച്ചിയിലടക്കം ഉള്ള കളക്ടർമാരുടെ വെയർ ഹൗസിനകത്ത് നമ്മൾ വളണ്ടറി ആയിട്ട് സർവീസിന് നമ്മൾ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വരുന്ന സാധനങ്ങൾ കൃത്യമായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ ചിലപ്പോൾ വാർത്തകൾ കേൾക്കും, നമ്മൾ കൊണ്ടുപോയി കൊടുത്ത സാധനം എത്തിയിട്ടില്ല. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ഒരാൾ ചെയ്യുന്നത്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും, ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വളണ്ടറി ആയിട്ട് നിൽക്കുന്ന ആളുകൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്താലും അവസാനം ചെയ്ത ആളുകൾ വഴി കേൾക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവിടെ കളക്ഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു എന്ന് ഉള്ള വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ആക്ച്വലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ വലിയ വലിയ വെയർ ഹൗസുകൾ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് കണക്ട് ചെയ്തു, CMൻ്റെ ഓഫീസായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ നിങ്ങൾ എന്ത് സർവീസ് ആണെങ്കിലും അവിടെ വേണമെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി കളക്ടറെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഒരു കോൾ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത സോഫ്റ്റ്വെയറാണ് ആക്ച്വലി ഈ പറയുന്ന അവിടുത്തെ കളക്ഷൻ സെൻ്ററിനകത്ത് മാനേജ് ചെയ്യുന്ന ഒരു വെയർ ഹൗസ് മാനേജ്മെൻറ്റ്, സ്റ്റോക്ക് മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് വഴി ഞങ്ങൾ ഉദ്ദേശിച്ചത് ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന സാധനങ്ങൾ വേസ്റ്റായി പോകരുത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആളുകളുടെ, ആവശ്യമുള്ള ആളുകളുടെ പല ക്യാമ്പുകളിലായിട്ടായിരിക്കുമല്ലോ ആളുകളുണ്ടാവും സ്വാഭാവികമായിട്ടും. കൃത്യമായിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കണം. അതിനൊരു എന്തൊക്കെയാണ് അവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളത് പബ്ലിക്കിന്, അതായത് നമ്മളിപ്പോൾ പെട്ടെന്നൊരു വാർത്ത വന്നു അവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ പിന്നെ വെള്ളമാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുന്ന ദിവസം ഇങ്ങനെ വാർത്ത വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റാത്ത ഭാഗത്തിൽ അത്രയും വെള്ളം വന്നിരിക്കുക. ശരിക്കും അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഓരോ സമയത്തും എന്താണ് കൃത്യമായിട്ടുള്ള ആവശ്യം എന്നുള്ളത് പബ്ലിക്കിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടാർഗറ്റിലാണ് ഞങ്ങൾ ശരിക്കും അവിടെ ചെന്നത്. അപ്പം ഈ പറയുന്ന ടാർഗറ്റുകളെല്ലാം നമ്മൾ മീറ്റ് ചെയ്തു. അതല്ലാതെ നമ്മൾ മീറ്റ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ പല സമയത്തായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ 2018-ലും 2019-ലെല്ലാം ക്യാമ്പുകൾ റൺ ചെയ്തിട്ട് പരിചയമുള്ള ഈ നമ്മുടെ ജില്ലാ കളക്ടറുടെ താഴെയുള്ള അസിസ്റ്റന്റ് കളക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ബാക്കി സ്റ്റാഫുകളൊക്കെ ഒരു ദിവസം പോലും ഉറങ്ങാതെയാണ് ഈ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ 1-2 മണിക്കൂറുകളൊക്കെ അവർക്ക് ഇത്രയും ദിവസങ്ങളൊക്കെ ഉറങ്ങാൻ പറ്റിയിരുന്നുള്ളത് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തോടുകൂടി അവരുടെ ജോലി അത്രയും എളുപ്പമാക്കി. നമ്മൾ കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി കൊണ്ടുവന്നു. അവർക്കൊരു സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്തേക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈ വരുന്ന ആളുകൾക്ക് ഒരു റെസീപ്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആക്കിയതുകൊണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഒരു തഹസിൽദാരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് ദിവസം പുള്ളി അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ വീട്ടിലേക്ക് 2 കൈ വീശി പോകുന്നു കണ്ടില്ല. അപ്പോൾ ഞാനെന്താണ് അതിൽ അത്ഭുതം എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചപ്പോൾ, ഞാനിത് 7:30 വീട്ടിൽ പോകാണ് 2 കൈ വീശി. പണ്ട് ഞാൻ രാവിലെ 3:30 4 മണിക്കും ഒരു കെട്ട് പേപ്പറായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയുള്ളത്. സോ അതാണ്, അത്രയും പേപ്പർ വർക്കുകളും ഒരു മനുഷ്യൻ്റെ സമയവും നമുക്ക് ലാഭിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ERP ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ERP സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മൾ പൈസ നമ്മുടെ കയ്യിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ഒരു ലോൺ എടുത്തു, ഒരു 10 കോടി രൂപ ലോൺ നമുക്ക് കിട്ടി. ആ 10 കോടി രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 കോടി രൂപയ്ക്ക് മുഴുവൻ നമുക്ക് സ്റ്റോക്ക് വാങ്ങി വെക്കാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽസ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആകുമോ? അതോ നമ്മൾ 10 കോടി രൂപയ്ക്കാണോ 4 കോടി രൂപയ്ക്കാണോ റോ മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ടത്? പൈസ എത്രത്തോളം നമുക്ക് കീപ്പ് ചെയ്യണം? നമ്മുടെ നെക്സ്റ്റ് പ്ലാൻസ് എന്താണ്? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ERP നമുക്ക് ഉപകരിക്കും. ഈ റോ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാനുഫാക്ചറിങ് കമ്പനികളിലാണ് ERPക്ക് ഏറ്റവും കൂടുതൽ റോളുകളുള്ളത്. അപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ റോ മെറ്റീരിയൽസ് ഏത് സമയത്ത് ഏത് സ്റ്റോക്ക് വേണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സീസൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പല കമ്പനികൾക്കും. ടെക്നോളജി മേഖലകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് AI-യും അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മാറ്റങ്ങളും ഒക്കെ. ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോൾ AI നമ്മൾ നേരത്തെ ടെക്നോളജി നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വന്നതുപോലെ തന്നെ AI ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞൊരു 1.5 അല്ലെങ്കിൽ 2 വർഷമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും AI ഉപയോഗിക്കുന്ന, അത് പേഴ്സണൽ ലൈഫിനകത്ത് പോലും നമ്മൾ AIയുടെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഈവൻ ആദ്യം നമ്മൾ ഡോക്യുമെൻറ്റേഷനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ അത് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാനും ഇമേജുകൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, വീഡിയോ ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ AI ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ടെക്നോളജി, ഈ പറയുന്ന ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അത്തരം ഭാഗങ്ങളിലെല്ലാം നമ്മൾ AI ഉപയോഗിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും. ആളുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് മാറിയാലായിരിക്കും അവർക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടെക്നോളജി മേഖലയ്ക്കകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടീമുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടീമുണ്ട്, ഇപ്പോൾ ഏജൻറ്റിക് AIയുടെ ടീം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മളൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ തുടങ്ങിയ ആദ്യം ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ആയിരുന്നു, പിന്നെ അത് വെബ് ആപ്ലിക്കേഷൻസ് ആയി, പിന്നെ നമ്മളെല്ലാവരും മൊബൈൽ ആപ്ലിക്കേഷൻ, എന്തിനും ഏതിനും മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരുന്നു. കഴിഞ്ഞൊരു 2 വർഷം മുന്നേ മുതൽ ഒരു 6 വർഷം ആ ഒരു സ്പാനിലെല്ലാം മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഏജൻറ്റുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ഏജൻറ്റിക് AI ആണ് നെക്സ്റ്റ് ഒരു 5 to 6 ഇയേഴ്സിലേക്ക് ഏജൻറ്റിക് AI ആയിരിക്കും ഉണ്ടാവുക. അതിനകത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ, ഞങ്ങൾ സർവീസസ് കമ്പനി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് കിട്ടുക എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നമ്മളും ഇരിക്കുന്നത്. അപ്പം ഈ AI ഏജൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ലാർജ് സ്കെയിലായിട്ടുള്ള LLMs നമ്മൾ അതിനകത്ത് എങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം, അങ്ങനത്തെ ടെക്നോളജിക്കകത്താണ് എല്ലാ സർവീസസ് കമ്പനികളും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു IT കമ്പനികളിൽ ഒട്ടുമിക്ക കമ്പനികളും അതിനകത്തായിരിക്കും കൂടുതൽ റിസർച്ചുകളും ഡെവലപ്മെൻറ്റ്സും നമ്മൾ നടത്തേണ്ടി വരിക. അപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി ഇതിനകത്തേക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഉണ്ടായ അസംബ്ലി ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് പോളൈഡ് എന്നാണ്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ഇലക്ഷൻ പ്രോസസ്സ്, അതായത് നമ്മുടെ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർ ലിസ്റ്റ് മാനേജ്മെൻറ്റ് മുതൽ ഇപ്പോൾ വോട്ടർ ലിസ്റ്റ് കമ്പയർ ചെയ്യാം. ഇപ്പോൾ വോട്ടർ ലിസ്റ്റ് നമുക്കറിയാം, പുതിയ വോട്ടർ ലിസ്റ്റ് വന്നു. അപ്പോൾ 2025 ഡിസംബറിലാണ് ഈ SIRൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വരുന്നത്. അതിനുശേഷം 2026 ഫെബ്രുവരിയിൽ ഫൈനൽ ലിസ്റ്റ് വന്നു. അതിനുശേഷം മാർച്ചിൽ നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നു. അപ്പോൾ ഈ വോട്ടർ ലിസ്റ്റുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യണം നമുക്ക്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു PDF ആണ്. അപ്പോൾ ഈ PDF നമ്മൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഒരു കൈൻഡ് ഓഫ് ഒരു ടേബിളോ ലിസ്റ്റൊക്കെ ആക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ മുതൽ നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷനകത്ത് AI ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഈ പറയുന്ന പോളൈഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഈ പറയുന്ന വോട്ടർ ലിസ്റ്റ് മാനേജ്മെൻറ്റ് മുതൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി AI ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നമ്മൾ കാണുന്ന UI, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന് വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ രണ്ടിന് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് AI യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം AI യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തിയത് AI ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റയർ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ AI ഉപയോഗിച്ച് റീസെൻ്റ്ലി നമ്മൾ ചെയ്തിട്ട് കേരളത്തിൽ 32 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സോഫ്റ്റ്വെയർ പോളൈഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞങ്ങൾ കംപ്ലീറ്റ്ലി AI ഉപയോഗിച്ച് ചെയ്ത്. അതിനകത്ത് വർക്ക് ചെയ്ത ഒരു 16 പേരുണ്ട് ആ ടീമിനകത്ത് വർക്ക് ചെയ്ത്. എല്ലാവരും AI ടെക്നോളജീസ് അല്ലെങ്കിൽ ഏജൻറ്റിക് AI ടെക്നോളജീസ് അല്ലെങ്കിൽ വാട്ടവർ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീമായിട്ട് നമ്മൾ അതിനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു AI ഏജൻറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു മണ്ഡലത്തിനകത്ത് എത്ര സ്ത്രീ വോട്ടർമാരുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം നൽകുന്ന, അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരിൽ ജോലി ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം നൽകുന്ന തരത്തിലുള്ള ഒരു ഏജൻറ്റിനെയും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പോകുന്ന രീതിയിലാണ് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ മേഖലയ്ക്കകത്തും AI സ്വാഭാവികമായിട്ടും കടന്നു വരും. ടെക്നോളജി നമ്മളെ
പേഴ്സണൽ ആയിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്തല്ല അത് ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ടെക്നോളജി സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് പോലെ തന്നെ ഇതെല്ലാം വരും. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം അത് എ വരും, എ വരും. തീർച്ചയായിട്ടും എ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കൂടുതലാവും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഓപ്പൺ സോഴ്സ് ഐഡിയോളജി അങ്ങനത്തെ കാര്യങ്ങൾക്കകത്ത് വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ പറയുന്ന എ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും സാധാരണക്കാരന് വരെ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിങ് ആയിട്ട് മാറും. അത് മാറണം. ടെക്നോളജി എന്ന് പറയുന്നത് എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിങ് ആയിട്ട് മാറുക എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയുടെ പുറത്താണ് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന് ഭയങ്കരമായിട്ടുള്ള ഗുണം ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ബിസിനസ് ഓണർ ഇപ്പോൾ ഇവൻ ഫെയർ കോഡിൻ്റെ സഹായം ഇല്ലാതെ അയാൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിച്ചാൽ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയുന്ന ഇപ്പോൾ ഫെയർ കോഡ് അല്ലെങ്കിൽ വേറൊരു IT കമ്പനിയെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ ഒരു വെൻഡർ ലോക്കിങ് എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ ചില സോഫ്റ്റ്വെയറിൽ ഞങ്ങൾക്ക് മാത്രമേ അറിയാവുന്ന ടെക്നോളജി എന്തെങ്കിലും വെച്ച് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ചില IT കമ്പനികൾ അങ്ങനെ ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും. അവരുടെ കയ്യിൽ അതിൻ്റെ കംപ്ലീറ്റ്ലി അതിൻ്റെ കൺട്രോൾ ഇരിക്കണം എന്ന രീതിയിൽ ചെയ്യുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയറുകളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വെൻഡർ ലോക്ക്ഡ് ആയി പോകും. ഈ വെൻഡറിനെ നമുക്ക് മാറ്റാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് ആളുകൾക്ക് ടെക്നോളജി ഉപയോഗിക്കാൻ പാകത്തിൽ ആളുകളെ എനേബിൾ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആളുകളുടെ ഏറ്റവും വലിയ ടെൻഷൻ ജോലി കിട്ടുമോ എന്നുള്ളതാണ്. ജോലി പോവുകയും ജോലി കിട്ടുകയും ചെയ്യുന്ന മോഡലായിരിക്കും വരിക. അതെ, ഞാൻ ഗുണം എന്നതുപോലെ തന്നെ നമുക്ക് ദോഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അതെ അതെ അതെ, എന്തെങ്കിലും ഒരു നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ കഴിഞ്ഞ ഇലക്ഷന് കഴിഞ്ഞ ഡിസംബർ മുതൽ ഒരു 5-6 മാസം വർക്ക് ചെയ്ത ആപ്ലിക്കേഷൻ്റെ എൻ്റെയർ ഡെവലപ്മെൻറ്റും അതിൻ്റെ ഈവൻ യൂസർ ഇൻ്റർഫേസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും എല്ലാം ചെയ്തത് ഏജൻറ്റിക് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റിസോഴ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ 16 പേര് വർക്ക് ചെയ്ത ആ പ്രൊഡക്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെങ്കിൽ ഒറിജിനലി ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ആക്ച്വലി ഒരു 10-30 റിസോഴ്സുകൾ ഞങ്ങൾക്ക് ശരിക്കും വേണ്ടതാണ്. അപ്പോൾ ആ റിസോഴ്സുകളുടെ എണ്ണം കുറഞ്ഞത് സ്വാഭാവികമായിട്ടും അത്രയും റിസോഴ്സുകളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. പകരം ഈ റിസോഴ്സുകൾക്ക് അവരുടെ കേപ്പബിലിറ്റി കൂട്ടി സ്വാഭാവികമായിട്ടും ഇത്തരം ഡെവലപ്മെൻറ്റിലേക്ക് കൂടുതലായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള പുതിയ ആളുകൾക്ക്, ലേറ്റസ്റ്റ് ആയിട്ട് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഈ പറയുന്ന മേഖലയ്ക്കകത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഈസി ആയിട്ട് ജോലിയും കിട്ടും. അപ്പോൾ ചില ആളുകളുടെ, ഞാൻ പറഞ്ഞ മേഖലയ്ക്കകത്ത്, ഞാൻ പേരെടുത്ത് പറഞ്ഞ മേഖല എടുത്ത് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചില മേഖലയ്ക്കകത്ത് ആളുകൾക്ക് ജോലി പോകും. പക്ഷേ അവർ അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടെക്നോളജി മേഖലയ്ക്കകത്ത് നിൽക്കുന്ന എല്ലാവരും, അപ്പോൾ ഞാൻ 2008 ബിടെക് പാസ്സായിട്ട് ആളാണ്. ഇപ്പോഴും ടെക്നോളജി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കാനും അത് ആളുകൾക്ക് അതിനകത്തുള്ള സർവീസസ് കൊടുക്കാനും അതിനെ വെച്ച് ടീമിനെ ഡെവലപ്പ് ചെയ്ത് ടീമുണ്ടാക്കി അതിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് നടത്താനും കഴിയുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ അറിയുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ചെയ്യുന്നതും കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആർക്കും യാതൊരു വിധത്തിലുള്ള ഭീഷണികളും ഉണ്ടാവില്ല. എല്ലാവർക്കും അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാലത്തും നമുക്ക് ജോലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരുപാട് യുവ സംരംഭകർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പും കൂടി നമ്മുടെ ഓഡിയൻസിനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാം. എന്താണ് സാറിന് കൊടുക്കാനുള്ള ഒരു ചെറിയ ഉപദേശം അല്ലെങ്കിൽ ചെറിയൊരു ടിപ്പ്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നമ്മളുടെ ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്നോളജി ഈ പറയുന്ന എല്ലാവർക്കും വേണ്ട സംഗതിയാണ്. അപ്പോൾ ടെക്നോളജി അത് IT ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും എന്ത് ടെക്നോളജി ആണെങ്കിലും നമ്മൾ എൻജിനീയറിങ്ങിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന എന്ത് ടെക്നോളജി സൊല്യൂഷൻ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതായിരിക്കും ഒരു ഓൺട്രപ്രണർക്ക് ഈസി ആയിട്ട് സക്സസ്ഫുൾ ആവാൻ എളുപ്പം. കാലത്തിന് മുന്നേ സഞ്ചരിച്ച് കഴിഞ്ഞാലായിരിക്കും ഈ പറയുന്ന പുതിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനകത്ത് നമുക്ക് വലിയ പേരുകൾ എടുക്കാൻ സാധിക്കുക. പക്ഷേ അത് ചിലപ്പോൾ ഒരു ബിസിനസ്സായിട്ട് റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ കാലത്തിനൊപ്പമുള്ള ടെക്നോളജി, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിന് ഇപ്പോൾ നമ്മളെല്ലാവരും OTT ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ 2.5G 2G അല്ലെങ്കിൽ 3G വരുന്നതിന് മുന്നേ OTT പ്ലാറ്റ്ഫോമായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് സംരംഭകർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് ആ സംരംഭം നമുക്ക് സക്സസ്ഫുൾ ആവാതിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സിനിമ മേഖലയ്ക്കകത്തൊക്കെ അന്ന് ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സിനിമ മേഖലയ്ക്കകത്തുള്ള എല്ലാവരും OTT പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അതിനെ ഒരു ബിസിനസ്സായിട്ട് കാണുമ്പോൾ അന്ന് നേരെ സിനിമ അല്ലെങ്കിൽ തിയേറ്റർ ഉടമകളും എല്ലാവരും ഇതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള കാരണം അന്ന് നമ്മളുടെ നാട്ടിൽ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ശരിക്കും. അപ്പോൾ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവുള്ള ഒരു സമയത്ത് നമ്മളൊരു OTT പ്ലാറ്റ്ഫോമായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ആ പറയുന്ന സിനിമ ആ എക്സ്പീരിയൻസിനകത്ത് സ്ട്രീം ചെയ്യും. അപ്പോൾ നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ പല ടെക്നോളജി കണ്ടുപിടുത്തങ്ങളും നമ്മൾ നടത്തും. പുതിയ സ്റ്റാർട്ടപ്പുകൾ ഐഡിയാസായിട്ട് നമ്മൾ വരും. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇന്ന് നാട്ടിൽ
നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ആ ടെക്നോളജി കൊണ്ട് റിയൽ ലൈഫിനകത്ത് കറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനകത്ത് അതിനകത്തുള്ള യൂസ് കേസസ് വേണം. അതിന് എന്തെങ്കിലും ഒരു യൂസ് കേസ് അവിടെ ഉണ്ടാവണം. അങ്ങനത്തെ എന്ത് ഇംപ്ലിമെൻറ്റേഷൻസിലേക്ക് നമ്മൾ പോയാലും നമുക്കതിന് കസ്റ്റമേഴ്സിനെ കിട്ടും. ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇന്ത്യ എടുത്താൽ ഇന്ത്യയിൽ തന്നെ 140 കോടി ജനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടേക്ക് ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആക്കുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ബട്ട് റെലവൻ്റ് ആയിരിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആളുകൾക്ക് അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു തിങ്ങായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സക്സസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ല സാഹചര്യമാണ് ഉള്ളത് നമ്മുടെ നാട്ടിൽ. സ്റ്റാർട്ടപ്പുകൾക്ക് ആണെങ്കിലും അതെ, ബിസിനസ് ഓണേഴ്സിന് എല്ലാവർക്കും നല്ല സാഹചര്യമുള്ളത്. സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ രീതിയിലുള്ള വലിയൊരു ബൂം തന്നെ കിട്ടിയൊരു കാലമാണല്ലോ കഴിഞ്ഞ ഒരു 5-6 വർഷം ഉണ്ടായത് നമ്മുടെ നാട്ടിൽ. വളരെ മനോഹരമായ ആശയങ്ങൾ സാർ നമുക്ക് വേണ്ടി പങ്കുവച്ചു. ബ്രാൻഡ് സ്റ്റോറിയുടെ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.